ഹലോ ഗൈസ്, എല്ലാവർക്കും ഐ ആം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സ്നേഹക്കൂട്ടൊരു ഒന്നൊന്നര വീക്കിലി പ്രൊമോ ആയിട്ട് പ്രേക്ഷകരെ വന്നിരിക്കുന്ന ഒരു രക്ഷയില്ല. എന്തായാലും ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ ഋതു തിരികെ ആ ഒരു ഷോപ്പിൽ, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ പ്രതാപൻ അവിടെ എന്താ പറയാ സ്റ്റാഫിനെയൊക്കെ ഭയങ്കര ഭരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റാഫ് എല്ലാം നമ്മുടെ ഋതു ഇപ്പൊ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇയാൾ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഭരിക്കുന്നേ എന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രതാപൻ കുറച്ച് മുദ്രപേപ്പറുകൾ നമ്മുടെ ഋതുവിനെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഋതുവിന് മനസ്സിലായത് ഷോപ്പ് തന്റെ കൈവിട്ട് പോയി എന്നുള്ള ഒരു കാര്യം കേട്ടോ. നമ്മുടെ പ്രതാപന്റെ പേരിലായി ആ ഒരു തുണിക്കട കേട്ടോ. അമ്പിക്കാരൻ നമ്മുടെ ഋതു വീട്ടിൽ വന്ന് അവതരിപ്പിക്കുകയും നമ്മുടെ പൂർണിമാവിത് സേതുവിനോട് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സേതുവും നമ്മുടെ അച്ചുവും നമ്മുടെ ഹരിയും നമ്മുടെ പല്ലവിയും എല്ലാരും കൂടി നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരുവാട്ടോ. അപ്പൊ അവരെല്ലാരും നമ്മുടെ പ്രതാപന്റെ അടുത്ത് പറഞ്ഞു നോക്കിയിട്ട് ഒരു കുലുക്കോലാട്ടോ. ലാസ്റ്റ് നമ്മുടെ ഹരി ഒരു കുന്ന് ഓട്ടോറിക്ഷക്കാരെ അങ്ങോട്ട് നമ്മുടെ പ്രതാപന്റെ അടുത്തേക്ക് ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അവരെല്ലാരും കൂടി പരിവാക്കി ഇടിച്ച് എന്താ പറയാ ഒരു പരിവാക്കി നമ്മുടെ പ്രതാപനെ തിരികെ കൊണ്ടുവരുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനിടയിൽ ആ ഒരു ഓട്ടോറിക്ഷക്കാരും നമ്മുടെ പ്രതാപന്റെ ആൾക്കാരും തമ്മിൽ ചെറിയ അടിപിടിയും ഉണ്ടായ അതിനിടയിൽ നമ്മുടെ പല്ലവിക്ക് ചെറിയൊരു അപകടം പറ്റുന്നുണ്ട്. പല്ലവി എങ്ങോട്ടൊക്കെയോ മുട്ടി മറിഞ്ഞ് വീണ് കയ്യൊന്നും ഒടിയുന്നുണ്ട്. ശേഷം നമ്മുടെ പല്ലവിയെ ശുശ്രൂഷിക്കുന്ന സ്നേഹനിധിയായ നമ്മുടെ സേതുവിനെ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാട്ടോ. പിന്നീട് നമ്മുടെ പല്ലവി ഇങ്ങനെ ആയെന്നറിഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രൻ ഒരു കൊട്ട ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പൊന്നുംപടം വീട്ടിൽ വന്നിട്ട് പല്ലി പല്ലി ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഉണ്ടല്ലോ നമ്മുടെ പല്ലവിയുടെ വീട്ടിലും എന്തൊക്കെയോ കുറച്ച് അപകടങ്ങൾ സംഭവിക്കുന്നതും ഇതോടൊപ്പം തന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ പല്ലവിയുടെ അമ്മ ഭയങ്കരമായിട്ട് കരയുന്ന രംഗങ്ങളും ഇതോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ഒരു അടിപൊളി എപ്പിസോഡുകളാട്ടോ വരുന്നത്. നമുക്ക് മറക്കാതെ കാണാം. അപ്പൊ അടുത്തൊരു